ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയുടെ തമ്പനയിൽ പറഞ്ഞതുപോലെ ഞങ്ങൾ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൻ്റെ അവിടെ അടുത്ത് ഉള്ളിലോട്ട് താമസിക്കുന്ന പൂച്ചയ്ക്ക് ഫുഡ് കൊടുക്കാൻ പോകുന്നു. ഈ പൂച്ചയ്ക്ക് ഫുഡ് കൊടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കൺസ്ട്രക്ഷൻ സൈറ്റിൻ്റെ പുറത്തോട്ട് വരില്ലായിരുന്നു. ഞങ്ങളെയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കില്ലായിരുന്നു. കാരണം അവിടെ വലിയൊരു കുരിയുണ്ട്. ഇതല്ല പൂച്ച, ഇതിപ്പോൾ അതിൻ്റെ കൂടെയുള്ള പൂച്ച. ഇതൊക്കെ ആ പൂച്ചയൊക്കെ പുറത്ത് വരും. അതുപോലെ കുറേ ഡോഗ്സ് വരുന്നത് നമ്മളിവിടെ ഫുഡ് കൊടുക്കാൻ വരുന്നതാണ്. പക്ഷേ ഇതാണ് ഞങ്ങൾ പറഞ്ഞ ആ ക്യാറ്റ്. ഈ പൂച്ച അവിടെ ഉള്ളിലൊരു വീടുണ്ട്. ആ വീട്ടിൽ താമസിക്കുന്നത്. അത് വേറെ സ്ഥലത്തും പോകത്തില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ പോകാൻ അതിന് ഫുഡൊക്കെ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ ഫുഡ് കൊടുക്കാൻ കണ്ടിട്ടാണ് കുറേ ഡോഗ്സൊക്കെ വരുന്നത്. അപ്പം എങ്ങനെയാണ് അതിൻ്റെ ഫുഡ് കൊടുക്കാൻ പറ്റില്ല, മുടങ്ങി പോകുവാനൊക്കെ വിചാരിച്ചിരിക്കുന്ന വൈറ്റ് കളറുള്ള ക്യാറ്റാണ്. അങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ദൈവം നമ്മുടെ വേദന അറിഞ്ഞ് അങ്ങനെ ദൈവത്തിൻ്റെ അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെ അതിനുള്ള കവാടം, ഒരു ഗേറ്റ് തുറന്നു കൊടുത്ത് അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്. അവിടെ ഉത്സവം വന്നപ്പോഴാണ് അവർ അമ്പലത്തിൻ്റെ ഒരു വാതിൽ തുറന്ന്. അപ്പം അന്ന് മുതൽ ഞങ്ങൾക്ക് ഈ ക്യാറ്റിന് ഫുഡ് കൊടുക്കാനൊക്കെ പറ്റി. ഇവിടെയാണ് ക്യാറ്റ് താമസിക്കുന്നത്. അവിടെ ഒരു പഴയ വീടുണ്ട്. ആ വീട്ടിനുള്ളിൽ അത് പുറത്തോട്ട് വരില്ല. സാധാരണ ബാക്കിയെല്ലാം ക്യാറ്റ്സും ഡോഗ്സൊക്കെ പുറത്ത് വരും. ഈ ക്യാറ്റ് മാത്രം പുറത്ത് വരില്ല. അമ്പലം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആ അമ്പലത്തിൻ്റെ അവിടെ ഒരു ബാക്കി കൺസ്ട്രക്ഷൻ സൈറ്റ് നടക്കുകയാണ്. അപ്പം ഇവിടെയാണ് മാർക്കറ്റ്. ഈ മാർക്കറ്റിൻ്റെ പുറത്തോട്ട്, അതായത് ഈ അമ്പലത്തിൻ്റെ അവിടെ നിന്ന് ഇവിടെയാണ് വരികയുണ്ട്. ഇതാണ് അമ്പലത്തിൻ്റെ അവിടെ ഒരു വാതിൽ തുറന്ന് അതിലൂടെയാണ് ഞങ്ങൾ പൂച്ചയ്ക്ക് ഫുഡ് കൊടുക്കാൻ പോകുന്നത്. അപ്പം ദൈവമാണ് അതിനുള്ള ഫുഡ് കൊടുക്കാതെ വാതിൽ തുറന്നെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഫ്രണ്ട്സ്.